ടീന സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റായിട്ടാണ്. അപ്പം ഇത് നല്ല ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. പറഞ്ഞതുപോലെ നല്ല സ്പൈസി ആയിരിക്കും, കാരണം ഇതിൽ കുരുമുളകും പച്ചമുളകും നമ്മുടെ മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് ലെവൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കണവ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മളതൊരു കുക്കറിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കുന്നതായിരിക്കും ബെസ്റ്റ്. കുക്കറിൽ വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ വേവ് കറക്റ്റ് പാകത്തിന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതൊരുമാതിരി റബ്ബറി ആയി പോവും. ഞാനിവിടെ ഇപ്പോൾ സ്ക്വിഡ് നല്ല ചെറിയ സർക്കിൾ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് സർക്കിളല്ല, നിങ്ങൾക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പം ഒത്തിരി വലിയ പീസസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ മസാല പിടിക്കാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഇടാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിൽ നമ്മൾ സ്ക്വിഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ലേശം ഉപ്പും ഓരോ ടേബിൾ സ്പൂൺ വീതം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ചേർക്കാതെ ഒരു 5 വിസിൽ നമ്മൾ വേവിക്കണം. അപ്പോൾ 5 വിസിൽ നമ്മൾ വിട്ട് വരാത്ത കുക്കറാണെങ്കിൽ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിം, ഇപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് വെള്ളം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അടുത്തത് നമ്മളിനി ചെയ്യാൻ പോകുന്ന മസാല പ്രിപ്പറേഷനാണ്. അപ്പം മസാലയ്ക്ക് ഞാൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു കടായിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാൻ പോവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ്ഡ് സവാളയാണ്. ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഓണിയൻ കട്ടിങ്ങിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയൊന്ന് കണ്ട് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെപ്പോഴും മസാലയ്ക്കൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ സോട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ നോക്കണം. കാരണം ഹൈ ഫ്ലെയിമിലിടുമ്പോൾ അത് പ്രോസസ്സ് വേഗമാകും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അതുപോലെ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ സ്ലോ കുക്കിംഗ്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ, എല്ലാത്തിൻ്റെയും ഫ്ലേവർ ആ ഡിഷിലുണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. അപ്പോൾ സവാള ആഡ് ചെയ്തിട്ട് അതൊരു ഹാഫ് കുക്ക്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ സൈഡിലൊരു ബെല്ലുണ്ട്, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശം വഴണ്ട് കഴിഞ്ഞു. അതിലോട്ട് ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. അപ്പം ഓൾറെഡി ഞാൻ കണവ വേവിച്ചപ്പം ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ 2 കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി സ്പൈസി ഡിഷ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതിലോട്ടിനി ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും അതിൻ്റേതായ എരിവുണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് കളറും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടുപ്പിൽ ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെറിയ തക്കാളി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷന് ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കണവ വേവിച്ചപ്പോഴാണെങ്കിലും നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഈ മസാലയ്ക്കാണെങ്കിലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ തക്കാളി വെന്ത് വരുമ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അഥവാ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ചെറു ചൂട് വെള്ളം, തിളപ്പിച്ചാറിയ
വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളമോ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണം, ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തക്കാളിയുടെ കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. തിളച്ച് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കറി ചീത്തയായി പോവും, അത് വയറിനത്ര നല്ലതല്ല. അപ്പോൾ നമ്മുടെ തക്കാളിയും ഒരുവിധം കുക്കായി കഴിഞ്ഞു. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവായും കൂടെ ആഡ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ അടച്ച് വേവിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഈ കണവായും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലത്തെ വെള്ളം കണ്ടൻറ്റ് കുറയുന്ന വരെ നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് തന്നെ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതാണ്, പക്ഷേ എന്നാലും ആ മസാല ഒന്ന് പിടിക്കണമെങ്കിൽ, കണവായിൽ പിടിക്കണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വെള്ളം വറ്റുന്ന വരെ ഒന്ന് നമ്മൾ ഇത് പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. വെള്ളം വറ്റിയതിന് ശേഷം ഉപ്പിൻ്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഫൈനലായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു പഞ്ചൻറ്റ് ലെവൽ കൂട്ടാനാണ്, അതിൻ്റെ ഒരു സ്പൈസ് ലെവൽ കൂട്ടാനാണ്. അതുപോലെ അതിൻ്റെ ഫ്ലേവറും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കുരുമുളക് എപ്പോഴും നമ്മൾ കുക്കിംഗ് സ്റ്റേജിൽ ഇടില്ല, ഫൈനൽ സ്റ്റേജിലാണല്ലോ നമ്മൾ സാധാരണ ചേർക്കാറ്. അപ്പം ഇത് നല്ലൊരു സ്പൈസി റോസ്റ്റാണ്. നമ്മളിവിടെ ഹോട്ടലിൽ കഴിക്കുമ്പോഴാണെങ്കിലും നല്ല സ്പൈസി ആയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഞാൻ ഇതൊരിക്കലും കഴിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ലാസ്റ്റിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ, അടുപ്പ് ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്സിലൂടെ അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ പ്ലീസ് സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ടീന സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ടീനാസ് സ്വന്തം അടുക്കള.